ഇതേസമയം കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നു പോകുന്ന ആ രൂപത്തിനെ പിന്തുടരുകയായിരുന്നു ചാർലി. ഏയ്, അവിടെ നിൽക്കാൻ! ചാർലി ആ രൂപത്തെ നോക്കി പറഞ്ഞു. പക്ഷേ ആ രൂപം കരഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കുകയായിരുന്നു. ചാർലി ആ രൂപത്തെ പിന്തുടരാൻ നടത്തത്തിന് വേഗത കൂട്ടിയെങ്കിലും ആ വേഗതയ്ക്ക് അനുപാതമായി രൂപത്തിന്റെ വേഗതയും വർദ്ധിച്ചു. എന്തോ പന്തികേട് തോന്നിയ ചാർലി പെട്ടെന്ന് അവിടെ നിന്നു. അപ്പോൾ അവന്റെ മുന്നിലെ രൂപവും അവിടെ തന്നെ നിന്നു. ചാർലി പിറകിലേക്ക് നോക്കിയപ്പോൾ ബംഗ്ലാവ് വളരെ പിന്നിലാണെന്ന് അവന് മനസ്സിലായി. പിറകിലേക്ക് നോക്കി മുന്നോട്ട് നോക്കിയപ്പോൾ മുന്നിലെ രൂപം തേയിലച്ചെടികളുടെ ഉള്ളിലേക്ക് മറഞ്ഞു. ചാർലിയും അതേ വഴിയിലൂടെ തേയിലച്ചെടികളുടെ ഉള്ളിലേക്ക് കടന്നു. ആ രൂപത്തെ അവന് കാണാൻ സാധിച്ചില്ലെങ്കിലും അതിന്റെ കരച്ചിലിന്റെ ശബ്ദം അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. ചാർലി ആ ശബ്ദത്തെ പിന്തുടർന്ന് കാടുപിടിച്ചു കിടക്കുന്ന തേയിലച്ചെടികളുടെ ഉള്ളിലൂടെ മുന്നോട്ട് തന്നെ നടന്നു. പെട്ടെന്ന് ആ കരച്ചിലിന്റെ ശബ്ദം പതിയെ നിലച്ചു. ഒരു വിസിൽ ശബ്ദം കേട്ടപ്പോഴാണ് അവൻ പിന്നിലേക്ക് നോക്കിയത്. വിസിലിന്റെ ശബ്ദം ആ ഇരുട്ടിൽ പ്രതിധ്വനിച്ചുകൊണ്ട് അവന്റെ കാതുകളിൽ നിന്നു. വിസിൽ ശബ്ദം അവസാനിച്ചതും അകലെ നിന്ന് പതിഞ്ഞ സ്വരത്തിലൊരു മുരൾച്ച ഇരുട്ടിന്റെ നിശബ്ദതയിൽ ചാർലി വ്യക്തമായി കേട്ടു. അവന്റെ കണ്ണുകളിൽ ഭയം ഇരച്ചു കയറുകയും ഹൃദയമിടിപ്പ് പെരുമ്പറ പോലെ ഇടിക്കാനും തുടങ്ങി. ചാർലി ടോർച്ചിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി മുന്നിൽ നിൽക്കുന്ന ജീവികളുടെ ചുവന്ന കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടു. അവയുടെ നാക്ക് ആർത്തിയോടെ തന്നെയാണ് നോക്കി നിൽക്കുന്നതെന്ന് അവന് തോന്നി. ആ ജീവികൾ അവന്റെ മുന്നിലേക്ക് പതിയെ പതിയെ കാലുകൾ വെച്ചു. ആ തണുത്ത കാറ്റിലും അവന്റെ ശരീരം വിയർക്കുന്നത് അവൻ അറിഞ്ഞു. അവനെ നോക്കി ജീവികളിൽ ഒന്ന് ചാടിയതും ചാർലി പിറകിലേക്ക് തിരിഞ്ഞോടാൻ തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു. ആ ജീവികളും തങ്ങളുടെ ഇരയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ മുരൾച്ചയോടെ അവനെ പിന്തുടർന്നു. ദിശയും ദിക്കുമറിയാതെ ഓടിയ ചാർലി എങ്ങനെയോ ബംഗ്ലാവിലേക്കുള്ള ചെമ്മൺ പാതയിലെത്തപ്പെട്ടു. പക്ഷേ അപ്പോഴും അവനെ പിന്തുടർന്നിരുന്ന ജീവികൾ വിടാതെ കൂടെയുണ്ടായിരുന്നു. ബംഗ്ലാവിന്റെ മുന്നിലെ ക്രിസ്മസ് മരം അകലെ നിന്ന് ചാർലി കണ്ടതും അവന്റെ ഓട്ടത്തിന്റെ വേഗത കൂടി. പെട്ടെന്ന് ബംഗ്ലാവിലെത്തിപ്പെടാനുള്ള ഓട്ടത്തിനിടയിൽ ചാർലി ഒരു കല്ലിൽ തട്ടി നിലത്ത് വീണു. മുരൾച്ചയോടെ അവന്റെ പിന്നിലായി വന്നിരുന്ന ആ ജീവികൾ അപ്പോഴേക്കും അവനെ വളഞ്ഞിരുന്നു. ഓട്ടത്തിന്റെ തീവ്രത കൊണ്ട് ചാർലി നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണെടുത്ത് നിന്ന് അവൻ പതിയെ എഴുന്നേറ്റു. അവന്റെ മുന്നിലുണ്ടായിരുന്ന ജീവികൾ അവനെ നോക്കി അലറി. അതിലൊരു ജീവി അവനെ നോക്കി അവന്റെ മേലേക്കൊരൊറ്റ ചാട്ടം. പക്ഷെ അതിന്റെ ചാട്ടം മുന്നിൽ കണ്ടെന്നോണം ചാർലി ഒഴിഞ്ഞുമാറി. ചാർലി വീണ്ടും നിലത്ത് വീണു. എല്ലാം ഇവിടെ കഴിയുകയാണ്. ചാർലി ഇനി ഒന്നും ചെയ്യാനില്ലെന്ന പോലെ മന്ത്രിച്ചു. പെട്ടെന്ന് അവനൊരു ഹോണടി കേട്ടു. ഒരു ബുള്ളറ്റിന്റെ ഹോണടിയായിരുന്നു അത്. തന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന ആ ബുള്ളറ്റിലേക്ക് നിലത്ത് കിടന്നുകൊണ്ട് ചാർലി നോക്കി. പാതിയടഞ്ഞ കണ്ണുകളിൽ അവൻ കണ്ടു ആരും നിയന്ത്രിക്കാനില്ലാതെ അവനെ നോക്കി വരുന്ന ഒരു ബുള്ളറ്റ്. ആ ബുള്ളറ്റിന്റെ ശബ്ദം അടുത്തെത്താറായപ്പോൾ ആ ജീവികൾ പ്രത്യേകമായ രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പെട്ടെന്ന് മറ്റൊരു വിസിൽ ശബ്ദം ആ ഇരുട്ടിൽ ആരോ ഉണ്ടാക്കിയതും ജീവികൾ ചാർലി ഉപേക്ഷിച്ച് തേയിലത്തോട്ടങ്ങൾക്കുള്ളിലേക്ക് മറഞ്ഞതും ഒരുമിച്ചായിരുന്നു. അപ്പോഴേക്കും നിലത്ത് കിടന്നിരുന്ന ചാർലിയുടെ കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ ചാർലി കണ്ണു തുറക്കുമ്പോൾ അവനെ ചുറ്റി കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നടന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ ഒരു നിമിഷം അങ്ങനെ തന്നെ അവൻ നിലത്ത് കിടന്നു. ദേ, അയാൾ കണ്ണു തുറന്നു. ചാർലിയെ ചുറ്റി നിന്നിരുന്നവരിൽ ഒരാൾ പറഞ്ഞു, സമന്യ, സമന്യ. ചാർലി സമന്യയെ ആ കൂട്ടത്തിൽ തേടുന്നത് പോലെ പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്. ആൾക്കൂട്ടത്തിൽ നിന്നും ചാർലിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൾ പറഞ്ഞു, ആ, എല്ലാം ഇവള് പറഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഈശ്വരാധീനം. ഞങ്ങൾ നാട്ടുകാർ പോലും രാത്രികാലങ്ങളിൽ ഈ ബംഗ്ലാവിന്റെ പരിസരത്തേക്ക് പോവാറില്ല. അപ്പോഴാ നിങ്ങള്. ആൾക്കൂട്ടത്തിൽ അല്പം പ്രായം തോന്നിച്ച ഒരാൾ ചാർലിയെ നോക്കിക്കൊണ്ട് പറയാൻ വന്നത് മുഴുവനാക്കാതെ പറഞ്ഞു നിർത്തി, വലിയൊരു അപകടത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് പറ്റിയ ഇടമല്ല. വേഗം ഇവിടെ നിന്ന് മടങ്ങിക്കോളൂ. അയാൾ വീണ്ടും അവരെ നോക്കി പറഞ്ഞു. ചാർലി അപ്പോഴേക്കും നിലത്തുനിന്ന് എണീറ്റ് പോൾ നൽകിയ അഡ്രസ്സ് അയാളെ കാണിച്ചു. ഇയാളെ അന്വേഷിച്ചു വന്നതാ ഞങ്ങള്. കയ്യിലെ അഡ്രസ്സ് അയാളെ കാണിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. അയാൾ ചാർലിയുടെ കയ്യിൽ നിന്നും ആ അഡ്രസ്സ് വാങ്ങിക്കൊണ്ട് അതിലേക്ക് നോക്കി. ഇത് ഇംഗ്ലീഷിലാണല്ലോ എഴുതിയിരിക്കുന്നേ. വ്യാസ, ഇതൊന്ന് നോക്കിയേ. അയാൾ കൂട്ടത്തിലെ മറ്റൊരാളുടെ പേര് വിളിച്ചു. ആ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ അയാളുടെ കയ്യിൽ നിന്നും അഡ്രസ്സ് വാങ്ങി വായിച്ചു. ഈ അഡ്രസ്സിൽ കാണുന്നയാൾ ഇപ്പോൾ ഇവിടെ താമസമില്ല. അയാൾ അയാളുടെ നാട്ടിലേക്ക് എന്തോ ആവശ്യത്തിന് പോയിരിക്കുക. അഡ്രസ്സിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് വ്യാസൻ പറഞ്ഞു. വ്യാസ, ആരുടെ മേൽവിലാസം ആ കടലാസിൽ? ആ പ്രായം കൂടിയ ആൾ വ്യാസനോട് ചോദിച്ചു. അത് നമ്മുടെ ഡാം ഓപ്പറേറ്റർ എൽദോ ചേട്ടന്റെ മേൽവിലാസമാ. വ്യാസൻ അയാളോട് പറഞ്ഞു. കുട്ടികളെ, നിങ്ങൾ അയാളെ അന്വേഷിച്ചാണോ വന്നേ? അയാൾ കുറച്ചായി ഇവിടെ നിന്ന് പോയിട്ട്. അയാൾ എന്ന് തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ വന്ന ജീപ്പിന്റെ ടയർ പൊട്ടി. മാത്രമല്ല, അതിന്റെ ഗിയർ ശരിക്കും വീഴുന്നുമില്ല. ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ശരിയാക്കിയിട്ട് ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാം. അതുവരേക്കും തങ്ങാനായിട്ടൊരു വീട് ഞങ്ങൾക്ക് തരപ്പെടുത്തി തരണം. ചാർലി ആ പ്രായം കൂടിയ ആളോട് പറഞ്ഞു. പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇവിടെ ആരും വീട് നൽകാറില്ല.
വീട് കൊടുത്തപ്പോഴൊക്കെ അവർ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആരും വീട് തരത്തൊന്നുമില്ല. വീട് നൽകുന്നതിന് വിസമ്മതം അറിയിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അങ്ങനെ പറയരുത്. ഞങ്ങൾ തേടി വന്നയാൾ ഇവിടെ ഇല്ല. ഞങ്ങളുടെ വാഹനമാണെങ്കിൽ കംപ്ലൈൻ്റ് ആവുകയും ചെയ്തു. ഞങ്ങളുടെ വാഹനം ഒന്ന് ശരിയാവുന്നവരേക്ക് ഞങ്ങൾക്ക് തങ്ങാനൊരു വീട് നൽകണം. ചാർലി ആ പറഞ്ഞത് കേട്ടപ്പോൾ വ്യാസനും ആ പ്രായം കൂടിയ ആളും മുഖത്തോട് മുഖം നോക്കി നിന്നു. നിങ്ങളുടെ വാഹനം ശരിയാകുന്ന ആ നിമിഷം ഈ സ്ഥലം വിട്ട് നിങ്ങൾ പോകണം. സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് വീട് തരാം, അയാൾ ചാർലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചാർലി സമ്മതമെന്ന രീതിയിൽ തലയാട്ടി. വ്യാസ, ഇവർക്ക് ആ വീട് കാണിച്ചു കൊടുക്ക്, അയാൾ വ്യാസനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വ്യാസൻ ചാർലിയുടെയും സമന്യയുടെയും മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം ആ ചെമ്മൺ പാതയിലൂടെ മുന്നോട്ട് നടന്നു. ചാർലിയും സമന്യയും അയാളെ അനുഗമിച്ചു. വ്യാസൻ ചേട്ടാ, ഇനി ഒരുപാട് നടക്കാനുണ്ടോ? നടത്തം കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ചാർലി ചോദിച്ചു. ഇനി അധികമില്ല. വളരെ വിചിത്രമായ സംഭവങ്ങൾക്കാണ് ഇന്നലെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഇരുളിന്റെ മറപറ്റി മനുഷ്യരെ ആക്രമിക്കുന്ന ഭീമൻ പല്ലികൾ, അവയിൽ നിന്നും ഞങ്ങൾക്ക് അഭയം തന്ന ബംഗ്ലാവിലെ ആ സ്ത്രീ, പിന്നെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിചിത്രമായ ചില രൂപങ്ങൾ. ഒന്ന് നിർത്തിയ ശേഷം ചാർലി തുടർന്നു. ആരുടേതാണ് ആ ബംഗ്ലാവ്? ശരിക്കും അവിടെ പ്രേതമുണ്ടോ? നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയാൻ ശ്രമിക്കുന്നേ? ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? വേഗം വണ്ടി ശരിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ നോക്ക്. വ്യാസൻ വളരെ ഗൗരവത്തോടെ ചാർലിക്ക് മറുപടി നൽകി. അതെ വ്യാസൻ ചേട്ടാ, വണ്ടി ശരിയാക്കൽ ഉടനെ ഞങ്ങൾ ഇവിടെ നിന്നും പോവും. എങ്കിലും ആ ബംഗ്ലാവിനെ പറ്റി അറിയാൻ ഒരു മോഹം. എന്താ അവിടെ നടന്നേ? ആരാ ബംഗ്ലാവ് പണികഴിപ്പിച്ചത്? അതെങ്ങനെ ഈ പ്രേത ബംഗ്ലാവായത്? ചാർലി വ്യാസനോട് ചോദിച്ചു. പക്ഷേ വ്യാസൻ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ മുന്നോട്ട് നടന്നപ്പോൾ ചാർലി വീണ്ടും ചോദ്യം ആവർത്തിച്ചു. കച്ചവടക്കാരനായി വന്ന് ഇന്ത്യ മഹാരാജ്യം കീഴടക്കിയ ബ്രിട്ടീഷുകാരുടെ കവർച്ചക്കണ്ണുകൾ എത്തിപ്പെടാത്ത ഒരിടം പോലും ഇല്ലായിരുന്നു ഇന്ത്യയിൽ. ഭാരതീയരുടെ പല വിശിഷ്ടമായ സമ്പത്തും അമൂല്യമായ പല ഗ്രന്ഥങ്ങളും അവർ കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. ചൂഷണം കൈമുതലാക്കിയ അവർ എങ്ങനെയോ അഗസ്ത്യമലയുടെ താഴ്വാരം തേയിലക്കൃഷിക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കി ഇവിടെയും എത്തി. തേയിലച്ചെടി നടാൻ. അന്ന് അവരെത്തുമ്പോൾ കൊടുങ്കാടായിരുന്നു ഈ പോണക്കാട് പ്രദേശം. തേയില നട്ടുപിടിപ്പിക്കാൻ കാടിന്റെ വലിയൊരു ഭാഗം അവർ വെട്ടിയൊതുക്കി. അതിനുശേഷം തേയിലച്ചെടി നട്ടുപിടിപ്പിച്ചു. വ്യാസൻ അത്രയും പറഞ്ഞു നിർത്തിയ ശേഷം തുടർന്നു. പിന്നീട് അധികം വൈകാതെ അവർ തേയില ഫാക്ടറിയും പണിതു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു ആ ഫാക്ടറി. 800കളുടെ അവസാനത്തിൽ കമ്പനി ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തിയെങ്കിലും തേയില ഫാക്ടറി അപ്പോഴും അവരുടെ കീഴിൽ തന്നെയായിരുന്നു. 1940 സ്റ്റാൻലി സായിപ്പ് തേയില ഫാക്ടറിയുടെ മാനേജറായിട്ട് ചുമതലയേൽക്കുന്നത്. മുൻപ് വന്ന മാനേജർമാരെ പോലെ അല്ലായിരുന്നു സ്റ്റാൻലി സായിപ്പ്. അദ്ദേഹത്തിന്റെ കീഴിൽ പണിയെടുക്കുന്നവരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം കൊണ്ട് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ തൊഴിലാളികൾക്കും സ്റ്റാൻലി സായിപ്പിനെ ഇഷ്ടമായി. എന്റെ അച്ഛനൊക്കെ സ്റ്റാൻലി സായിപ്പിന്റെ കീഴിൽ പണിയെടുത്ത ആളാ. നേരത്തെ കണ്ട ആ പ്രായം കൂടിയ ആളാണോ വ്യാസന്റെ അച്ഛൻ? ചാർലി ഇടയ്ക്ക് കയറി ചോദിച്ചു. അതെ. ശരി, പിന്നീടെന്ത് സംഭവിച്ചു? പോണക്കാടിന്റെ ദൃശ്യഭംഗിയും പച്ചപ്പും നെഞ്ചിലേറ്റിയ സ്റ്റാൻലി സായിപ്പ് അങ്ങനെ തന്റെ ഭാര്യയെ ലണ്ടനിൽ നിന്നും പോണക്കാട് കാണിക്കാൻ കൊണ്ടുവന്നു. ലണ്ടനിലേക്ക് മടങ്ങാൻ മടിച്ച സായിപ്പിന്റെ ഭാര്യ പിന്നീട് അയാളുടെ കൂടെ ഇവിടെ അങ്ങ് കൂടാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. 2 മുറിയുള്ള ചെറിയൊരു വീട്ടിലായിരുന്നു അവർ അന്ന് താമസിച്ചത്. ആ വീടിന്റെ സൗകര്യങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച സ്റ്റാൻലി സായിപ്പിന്റെ ഭാര്യ കരോളിനയ്ക്ക് വേണ്ടി സായിപ്പ് ബംഗ്ലാവ് പണിയാൻ തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ ബംഗ്ലാവിന്റെ പണി ആരംഭിച്ചു. അങ്ങ് ഈജിപ്തിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു ഈ ബംഗ്ലാവിന്റെ നിർമ്മാണത്തിന്. അതിനിടയിൽ സ്റ്റാൻലി സായിപ്പിനും കരോളിനയ്ക്കും ഒരു കുഞ്ഞു ജനിച്ചു. ബംഗ്ലാവിന്റെ പണി കഴിഞ്ഞ് അവർ താമസമാക്കി 2 ആഴ്ച കഴിഞ്ഞു കാണും. അവരുടെ 1 വയസ്സായ മകൻ എങ്ങനെയോ മരണപ്പെട്ടു. കുഞ്ഞിന്റെ മരണം കരോളിനെ മാനസികമായി തകർത്തു. അവർക്ക് മതിഭ്രമം പിടിച്ചു. ഭ്രാന്ത് കൂടുമ്പോൾ കുഞ്ഞിന്റെ മരണത്തിന് കാരണം സ്റ്റാൻലി സായിപ്പാണെന്നൊക്കെ അവൾ പലവട്ടം പറഞ്ഞതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. നാളുകൾക്ക് ശേഷം കരോളിനെ സായിപ്പ് അറിയാതെ എങ്ങോട്ടോ പോയി. സായിപ്പ് അവളെ ഒരുപാട് തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഈ ബംഗ്ലാവിൽ തനിച്ച് ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞ ഒടുവിൽ ലണ്ടനിലേക്ക് തിരിച്ചുപോയി. വ്യാസൻ പറഞ്ഞു നിർത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കരോളിന തിരിച്ചു വന്നോ പിന്നീട്? ചാർലി ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, കരോളിന പിന്നീട് തിരിച്ചു വന്നേയില്ല. പിന്നീടാണ് പലതിന്റെയും തുടക്കം. സ്റ്റാൻലി സായിപ്പ് ഇവിടം വിട്ടുപോയ ശേഷം ആ ബംഗ്ലാവ് അനാഥമായ അവസ്ഥയിലായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയിലെ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഫാക്ടറി ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോൾ തൊഴിലാളി സമരത്തെ തുടർന്ന് എന്നേക്കുമായി ഫാക്ടറി അടച്ചുപൂട്ടി. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. അങ്ങനെ പരിപാലിക്കാൻ ആളില്ലാതെ തേയിലച്ചെടി കാട്ടുചെടികളോടൊപ്പം വളരാൻ തുടങ്ങി. ബംഗ്ലാവിന് പിന്നെ എന്ത് സംഭവിച്ചു? സായിപ്പ് വീണ്ടും തിരിച്ചു വന്നോ? ചാർലി ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, സായിപ്പ് പിന്നെ തിരിച്ചു വന്നില്ല.
സായിപ്പ് പോയി 2 ആഴ്ചയായി കാണും. ആ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. ചാർലിയും സമന്യയും വ്യാസൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്കായി ചെവി കൊടുത്തു. രാത്രികാലങ്ങളിൽ ആ ബംഗ്ലാവിലെ ലൈറ്റുകൾ തനിയെ പ്രകാശിക്കാൻ തുടങ്ങും. അതുപോലെ ആ ബംഗ്ലാവിന് ചുറ്റും പനിനീരിന്റെ മണം പരക്കും. കൂടെ ഒരു സ്ത്രീയുടെ കരച്ചിലും തേങ്ങുന്ന ശബ്ദവും കേൾക്കാം. ചിലപ്പോഴൊക്കെ ആ സ്ത്രീയുടെ കരച്ചിൽ വലിയ അട്ടഹാസങ്ങളിൽ വന്ന് അവസാനിക്കാറുണ്ട്. ഞാനും ഒന്നിലേറെ തവണ ആ ബംഗ്ലാവിൽ നിന്ന് ഒരു സ്ത്രീയുടെ അട്ടഹാസം കേട്ടിട്ടുണ്ട്. ചാർലി ഒന്ന് നോക്കിയ ശേഷം വ്യാസൻ തുടർന്നു. ഒരിക്കൽ ഭൂതത്തിലും പ്രേതത്തിലും വിശ്വാസം ഒന്നുമില്ലാതിരുന്ന കള്ളൻകുമാരൻ ആ ബംഗ്ലാവിൽ മോഷ്ടിക്കാൻ കയറി. കള്ളൻകുമാരനായിരുന്നു ആ ബംഗ്ലാവിലെ പ്രേതത്തിന്റെ ആദ്യ ഇര. നേരം പുലർന്ന് ആ ഭാഗത്തേക്ക് പോയ നാട്ടുകാരിൽ ഒരാൾ കണ്ടത് ബംഗ്ലാവിന്റെ ഗേറ്റിന് പുറത്ത് ചോര തുപ്പി മരിച്ചു കിടക്കുന്ന കുമാരനെയാ. കുമാരന്റെ മരണത്തോടെ ആ ബംഗ്ലാവിനകത്ത് പ്രേതമുണ്ടെന്ന് നാട്ടുകാരായ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ആ ബംഗ്ലാവിന്റെ ഭാഗത്തേക്ക് പകലുപോലും ആരും പോവാതായി. കള്ളൻകുമാരന്റെ മരണകാരണം അപ്പോ പോലീസ് അന്വേഷിച്ചില്ലേ? ചാർലി വ്യാസനോട് ചോദിച്ചു. അന്വേഷിച്ചു. പക്ഷേ യഥാർത്ഥ മരണകാരണം എന്താന്ന് മനസ്സിലാകാതെ അവര് കേസ് ക്ലോസ് ചെയ്തു. പിന്നീട് ആരും ആ ബംഗ്ലാവിനകത്തേക്ക് പോയിട്ടില്ലേ? പിന്നീട് ആ ബംഗ്ലാവിലെ പ്രേതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് 3 പേരൊരു രാത്രി ആ ബംഗ്ലാവിന്റെ അകത്തേക്ക് പോയിരുന്നു. അവരിതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചെന്നോ അവര് ജീവനോടുണ്ടോ എന്നോ ആർക്കും നിശ്ചയമില്ല. നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറയുക, ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, ഇനി ആ ബംഗ്ലാവിന്റെ പരിസരത്തേക്ക് പോലും പോവല്ലേ. നിങ്ങളുടെ വാഹനം ശരിയായാൽ ആ നിമിഷം തന്നെ നാട്ടിലേക്ക് മടങ്ങിക്കോ. വ്യാസൻ അത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അവർക്ക് താമസിക്കാനുള്ള വീടിന്റെ മുന്നിലെത്തിയിരുന്നു. ഇല്ല ചേട്ടാ, ഞങ്ങൾ ബംഗ്ലാവിന്റെ പരിസരത്തേക്ക് പോകുന്നേയില്ല, ചാർലി സമന്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതാണ് വീട്. അല്പം ക്ലീനിംഗ് ഒക്കെ വേണ്ടി വരും. കുറച്ചായിട്ട് അടച്ചു കിടക്കുന്ന വീടാ. ആ വീടിന്റെ താഴിൽ താക്കോലിട്ട് തുറക്കുന്നതിനിടയിൽ വ്യാസൻ പറഞ്ഞു. അയാൾ തുടർന്നു. നിങ്ങളുടെ വാഹനം ശരിയാകുന്നതുവരെ നിങ്ങൾക്കിവിടെ താമസിക്കാം. വ്യാസൻ ഓർമ്മിപ്പിക്കും പോലെ ചാർലിയോട് പറഞ്ഞു. ശരി ചേട്ടാ. വ്യാസൻ താക്കോൽ അവരെ ഏൽപ്പിച്ച് തിരിച്ചുപോയി. ചാർലി, വാഹനം ശരിയായാൽ ഉടനെ നമ്മൾ പോവോ? നമ്മൾ പെട്ടെന്ന് തിരിച്ചുപോയാ ദിമിത്രിയുടെ കയ്യിൽ അകപ്പെടില്ലേ? സമന്യ സംശയത്തോടെ ചാർലിയോട് ചോദിച്ചു. അതിന് ശരിയാവുമ്പോഴല്ലേ പോണ്ടൂ. ശരിയായില്ലെങ്കിൽ പെട്ടെന്ന് പോണ്ടല്ലോ. സമന്യയെ നോക്കി ചിരിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. സോ പെട്ടെന്ന് നമ്മുടെ വണ്ടി ശരിയാവുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നുമില്ല, അല്ലേ ചാർലി? അതെ. അവർ വീടിനകത്തേക്ക് കയറി. സമയം രാത്രിയായി. ചാർലി ഇന്നലെ രാത്രി അവർ ഉപേക്ഷിച്ച ജീപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് വരാനും നേരം വൈകി. അവൻ തിരിച്ചാ വീട്ടിലെത്തുമ്പോൾ സമന്യ വീട് മൊത്തം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടിരുന്നു. ടയറ് പഞ്ചറായതല്ല, പഞ്ചറാക്കിയതായിരുന്നു. വീടിനകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ സമന്യയെ നോക്കി ചാർലി പറഞ്ഞു. പഞ്ചറാക്കിയെന്നോ? ആര്? ആർക്കറിയാം. ചിലപ്പോൾ കരോളിനെയാവും. പ്രേതങ്ങളൊക്കെ അള്ളു വെച്ച് തുടങ്ങിയിരിക്കുന്നു. ചാർലി ഒരു തമാശ പോലെ സമന്യയോട് പറഞ്ഞു. ആഹാ, വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയല്ലോ. ചാർലിക്കൊരു കാര്യം കാണണോ? ഒരു ബാഗ് തുറന്ന് ക്യാമറ കയ്യിലെടുത്തുകൊണ്ട് സമന്യ ചാർലിയോട് ചോദിച്ചു. ഇതെവിടുന്ന് ഈ ബാഗ്? ആരുടെ ഈ ക്യാമറ? അറിയില്ല. വീട് ക്ലീനാക്കിയപ്പോ കട്ടിലിന്റെ ചുവട്ടിൽ കിട്ടിയതായി ബാഗ്. അത് തുറന്നു നോക്കിയപ്പോ ഈ ക്യാമറയും. ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാനെടുത്ത് ചാർജ് ചെയ്തു. ക്യാമറ ചാർലിയെ ഏൽപ്പിക്കുന്നതിനിടയിൽ സമന്യ പറഞ്ഞു. ചാർലി അവളുടെ കയ്യിൽ നിന്നും ക്യാമറ വാങ്ങി അതിന്റെ പവർ ബട്ടണിൽ അമർത്തി. അതിന്റെ സ്ക്രീൻ തെളിയാൻ തുടങ്ങി. അതിനകത്ത് ഫൂട്ടേജ് വല്ലതുണ്ടോ? സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് സമന്യ ചോദിച്ചു. ഞാനും അത് തന്നെയാ നോക്കുന്നേ. ഒരു ഫയലിൽ ടച്ച് ചെയ്യുന്നതിനിടയിൽ ചാർലി പറഞ്ഞു. ഫയലിൽ ടച്ച് ചെയ്തതും ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി. സമന്യയും ചാർലിയും ആ വീഡിയോയിലേക്ക് കണ്ണുകൾ വെട്ടാതെ നോക്കി നിന്നു. ഇതാ പ്രേത ബംഗ്ലാവല്ലേ? വീഡിയോ പ്ലേ ചെയ്തപ്പോൾ കണ്ട ഒരു ബംഗ്ലാവ് നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. അതെ, കണ്ടോ? 24 MB എന്നെഴുതിയിട്ടുണ്ടല്ലോ. ആ ബംഗ്ലാവ് തന്നെ. സമന്യ ചാർലിയോട് പറഞ്ഞു. ആരാണത്? എന്തിനാ അയാൾ ക്യാമറ പിടിച്ചുകൊണ്ട് ആ ബംഗ്ലാവിലേക്ക് പോകുന്നേ? വീഡിയോയിൽ ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്ന് ഒരാൾ അതിനകത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ചാർലി പറഞ്ഞു. പെട്ടെന്ന് ആരോ അവരുടെ വീടിന്റെ വാതിലിൽ തട്ടി. തട്ടിയ ആ നിമിഷം തന്നെ അവർ രണ്ടാളും ആ വാതിലിലേക്ക് നോക്കി. ആരാത്? ചാർലി ഉറക്കെ ചോദിച്ചു. അതിന് മറുപടി ലഭിച്ചില്ല. വീണ്ടും വാതിലിൽ തട്ടുന്ന ശബ്ദം അവർ കേട്ടു. ക്യാമറ സമന്യയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ചാർലി വാതിലിന്റെ അടുത്തേക്ക് നടന്നു. ചാർലി, വേണ്ട വേണ്ട, വാതിൽ തുറക്കണ്ട, ചാർലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സമന്യ പറഞ്ഞു. ചാർലി അവൾ പറഞ്ഞത് കാര്യമാക്കാതെ വാതിലിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് വാതിൽ പതിയെ തുറന്നു. വാതിൽ തുറന്നതും മുന്നിലൊരു സ്ത്രീരൂപം. തുടരും.